ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കാണാം. നമ്മൾ സുബ്രഹ്മണ്യ ഭാരതിയെ കുറിച്ച് പറയണം. സുബ്രഹ്മണ്യ ഭാരതി എന്ന് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. സുബ്രഹ്മണ്യ ഭാരതിയുടെ ജന്മദേശം എവിടെയാണ്? തമിഴ്നാട്. കേട്ടോ, തമിഴ്നാടാണ് സുബ്രഹ്മണ്യ ഭാരതിയുടെ ജന്മദേശം. ബർത്ത് പ്ലേസ് ഓഫ് സുബ്രഹ്മണ്യ ഭാരതി, ആൻസർ തമിഴ്നാട്. അതുപോലെ സുബ്രഹ്മണ്യ ഭാരതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സുബ്രഹ്മണ്യ ഭാരതി ഏതു പേരിൽ അറിയപ്പെടുന്നു? സുബ്രഹ്മണ്യ ഭാരതി ഒരു പേരിൽ അറിയപ്പെടുന്നു. ഏതു പേരാണ്? ഭാരതിയാർ എന്ന് അറിയപ്പെടുന്നു. സുബ്രഹ്മണ്യ ഭാരതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഭാരതിയാർ എന്ന് അറിയപ്പെടുന്നു. സുബ്രഹ്മണ്യ ഭാരതി ഈസ് നോൺ ആസ് ഭാരതിയാർ. സുബ്രഹ്മണ്യ ഭാരതി ഭാരതിയാർ എന്നറിയപ്പെടുന്നു. അതുപോലെ സുബ്രഹ്മണ്യ ഭാരതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സുബ്രഹ്മണ്യ ഭാരതി വന്ദേ മാതരം ആദ്യമായിട്ട് എന്ത് ചെയ്തു? വന്ദേ മാതരം ആദ്യമായിട്ട് തമിഴിലേക്ക് വിവർത്തനം ചെയ്തു. സുബ്രഹ്മണ്യ ഭാരതി ഫസ്റ്റ് ട്രാൻസ്ലേറ്റഡ് വന്ദേ മാതരം ടു തമിഴ്. വന്ദേ മാതരം ആദ്യമായിട്ട് എന്ത് ചെയ്തു? തമിഴിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. അതുപോലെ സുബ്രഹ്മണ്യ ഭാരതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സുബ്രഹ്മണ്യ ഭാരതി രചിച്ച പ്രശസ്തമായ പദ്യം ഏതാണ്? ഓടി വിളയാടു പാപ്പ. സുബ്രഹ്മണ്യ ഭാരതി രചിച്ച പ്രശസ്തമായ പദ്യമാണിത്, ഓടി വിളയാടു പാപ്പ. സുബ്രഹ്മണ്യ ഭാരതി wrote a famous poem, ഓടി വിളയാടു പാപ്പ. ഓടി വിളയാടു പാപ്പ, the famous poem was written by സുബ്രഹ്മണ്യ ഭാരതി. അങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. അവർ സുബ്രഹ്മണ്യ ഭാരതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സുബ്രഹ്മണ്യ ഭാരതി ആരുടെ ശിഷ്യനായിരുന്നു? ശിഷ്യനായിരുന്നു സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യനായിരുന്നു. സുബ്രഹ്മണ്യ ഭാരതി സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യനായിരുന്നു കേട്ടോ. ഓർത്തുവെച്ചുകൊള്ളുക. സിസ്റ്റർ സുബ്രഹ്മണ്യ ഭാരതി വാസ് ദ ഡിസൈപ്പിൾ ഓഫ് സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യനായിരുന്നു ആര്? സുബ്രഹ്മണ്യ ഭാരതി. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭാരതിയെ കുറിച്ച് പറയുകയാണ്. സുബ്രഹ്മണ്യ ഭാരതി ആരംഭിച്ച പത്രം ഏതാണ്? ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. സുബ്രഹ്മണ്യ ഭാരതി സ്റ്റാർട്ടഡ് ദ ന്യൂസ് പേപ്പർ ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇനി പറയുന്നത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുകയാണ്. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമുക്കറിയാം. ഇന്ത്യയുടെ ആദ്യകാല പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ ആദ്യകാല പ്രധാനമന്ത്രി, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ആൻസർ ജവഹർലാൽ നെഹ്റു. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ആൻസർ ജവഹർലാൽ നെഹ്റു. അതുപോലെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു ഏതാണ്ട് 17 വർഷത്തോളം ഇന്ത്യ ഭരിക്കുന്നുണ്ടായി. അതുപോലെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു ഏതു പേരിൽ അറിയപ്പെടുന്നു? ജവഹർലാൽ നെഹ്റു ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇതുവെല്ലാം ചാച്ചാജി. ജവഹർലാൽ നെഹ്റു ഈസ് നോൺ ആസ് ചാച്ചാജി എന്നറിയപ്പെടുന്ന ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. അതുപോലെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ഭാരത രത്നം ലഭിച്ച വർഷം എന്നാണ്? 1955 കേട്ടോ. ജവഹർലാൽ നെഹ്റു ഭാരതരത്നം ലഭിച്ചതെന്നാണ് 1955 കേട്ടോ. ജവഹർലാൽ നെഹ്റു ഗോട്ട് എ ഭാരതരത്ന അവാർഡ് ഓൺ 1955. 1955 ഭാരതരത്നം ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 1954 ചൈനയുമായിട്ട് പഞ്ചശീല തത്വങ്ങൾ ആരൊപ്പുവെച്ചു? ജവഹർലാൽ നെഹ്റു ഒപ്പുവെച്ചു. ജവഹർലാൽ നെഹ്റു സൈൻഡ് ദ പഞ്ചശീൽ അഗ്രിമെന്റ് വിത്ത് ചൈന ഓൺ 1954. 1954 എന്ത് ചെയ്തു? ചൈനയുമായിട്ട് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചു. അത് ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അതുപോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫേമസ് ആയ പുസ്തകം ഏതാണ്? ഇന്ത്യയെ കണ്ടെത്തുന്നത്. ഫേമസ് ബുക്ക് ഓഫ് ജവഹർലാൽ നെഹ്റു, ആൻസർ ഡിസ്കവറി ഓഫ് ഇന്ത്യ. അതുപോലെ ജവഹർലാൽ നെഹ്റു ഒരു പത്രം ആരംഭിച്ചിട്ടുണ്ട്. ഏത് പത്രമാണെന്ന് അറിയാമോ? ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രമാണിത്. ഏതാണെന്ന് അറിയാമോ? ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ്. ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം നാഷണൽ ഹെറാൾഡ് ആണ്. ജവഹർലാൽ നെഹ്റു സ്റ്റാർട്ടഡ് ദ ന്യൂസ് പേപ്പർ നാഷണൽ ഹെറാൾഡ്. അതുപോലെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികാരത്തിലേക്ക് അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ
ഹു ഡൈ ഇൻ ഹാർനസ്, അധികാരത്തിലേക്ക് അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി? ആൻസർ ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ സമാധി സ്ഥലം എവിടെയാണ്? ശാന്തിവനമാണ്. എവിടെയാണ്? ശാന്തിവനം. ശാന്തിവനം എവിടെയാണ്? ശാന്തിവനം സ്ഥിതി ചെയ്യുന്നത് യമുനാ തീരത്താണ് കേട്ടോ. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ജവഹർലാൽ നെഹ്റു? ആൻസർ ശാന്തിവനം. ശാന്തിവനം എവിടെയാണ്? യമുനാ തീരത്താണ്. ശാന്തിവനം ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് റിവർ യമുന. യമുനയുടെ തീരത്താണ് എന്തോ സ്ഥിതി ചെയ്യുന്നത്? ശാന്തിവനം സ്ഥിതി ചെയ്യുന്നത്.